വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ പലതവണ കാണാനല്ല, കോളേജിൽ പോകുമ്പോ കണ്ടു, സ്കൂളിൽ കാത്തുക്കുമ്പോ കണ്ടു, ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടു, ഞങ്ങൾ 5-6 കൊല്ലായിട്ട് ചാറ്റ് ചെയ്യണാണ്. അല്ല, എപ്പോഴാ കാണേണ്ടത്? വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനെ പെണ്ണിനെ അന്വേഷിക്കാം, പെണ്ണിനെ കണ്ടെത്തി. എന്നാൽ 2 കുടുംബവും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അന്വേഷിക്കണം. എല്ലാ കാര്യവും അന്വേഷിച്ചു കഴിഞ്ഞ് അവർക്ക് പരസ്പരം യോജിച്ചു പോകാൻ കഴിയും എന്ന അവസ്ഥ കുടുംബക്കാർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നവൻ കാണേണ്ടത്. ഇന്നത്തെ കാണണം അങ്ങനെ ഗൾഫിൽ നിന്ന് വന്നിട്ട് 10 ആളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, രാവിലെ മുതൽ പെണ്ണ് കുപ്പായി മാറ്റിയിട്ട് ഒരുങ്ങുക. ആദ്യ സ്ഥലത്ത് പോയി ഇങ്ങനെ പോയി നോക്കി വന്നിട്ട് ഏറ്റവും ഉഷാറുള്ളത് ഏതാണ്? എടാ, നിനക്കങ്ങനെ തിരയാൻ കാണാൻ അല്ലാഹുവിന്റെ ദീൻ അനുവാദം തന്നിട്ടില്ല. കണ്ട പെണ്ണിനെ മുഴുവനും കാണാനുള്ള അനുവാദം തന്നിട്ടില്ല. വിവാഹം കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കുടുംബങ്ങൾ തമ്മിൽ യോജിച്ചു പോകാമെന്ന അവസ്ഥയായാൽ നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാലാ കാണേണ്ടത്. വിവാഹം കഴിക്കാനാണ് കാണാൻ പറഞ്ഞത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടീന്റെ മട്ടന്നൂർ, ആ കുട്ടി ഒരിക്കൽ കോളേജിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇന്നലെ ഒരു പോക്ക് മനുഷ്യൻ എന്നെ കാണാൻ വന്നു. ഞാൻ എന്താ? എന്നോട് പറഞ്ഞു, കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഓൻ പറയണത് ഒന്ന് അടുത്തേക്കുന്ന ഞാനും നീ വലിപ്പം ഒന്നാണ് നോക്കട്ടെ. അതിനൊന്നുള്ള അനുവാദമില്ല. കാണാ, എവിടെ കാണാ? മുഖവും മുൻകൈയും കാണാം. മുഖം കണ്ടാൽ ഒരാൾ എങ്ങനെയെന്ന് മനസ്സിലാവും, കൈപ്പത്തി കണ്ടാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എങ്ങനെ എന്ന് മനസ്സിലാവും, സൗന്ദര്യം തിരിയും. അതുകൊണ്ട് ആ മുഖവും മുൻകൈയും മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ വീട്ടിൽ നിന്ന് കാണാറില്ല, ഷോപ്പിംഗ് മാളിൽ പോയിട്ടാണ് കാണാറുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരാ, അങ്ങാടിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? പിശാചിന്റെ കൂത്തരങ്ങാണ് അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള സ്ഥലമാണ് അല്ലാഹുവിന്റെ അങ്ങാടികൾ എന്നാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ചെറുപ്പക്കാരാ, നീയും നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണും തമ്മിലുള്ള ആദ്യത്തെ കാഴ്ച തന്നെ അങ്ങാടിയിൽ വെച്ച് ആവരുത്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലവുമാണ് അങ്ങാടികൾ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ചില സ്വഭാവമില്ലേ? അങ്ങാടി പോയി കാണാം, ഉണ്ടെങ്കിൽ പറ. ഷോപ്പിംഗ് മാളിൽ പോയി കാണാ. നിങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സഹധർമ്മിണിയായി കൊണ്ടുവരാൻ പോകുന്ന പെണ്ണിനെ അല്ലാഹുവിന്റെ കോപമുള്ള തരത്ത് വച്ചല്ല കാണേണ്ടത്. ഉസ്താദെ, കണ്ടിട്ട് പറ്റിയിട്ടില്ലെങ്കിലോ? അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ്, കണ്ടിട്ട് പറ്റിയിട്ടില്ലെങ്കിലോ എന്നുള്ള ആദ്യേ കുടുംബങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യണം. പറ്റൂലേ? വാപ്പക്കും പങ്ങന്മാർക്കും കണ്ടാ മനസ്സിലാവും, ഉമ്മക്ക് കണ്ടാ മനസ്സിലാവും, ഉമ്മക്ക് കണ്ടാ മനസ്സിലാവും, ഉമ്മക്കും പങ്ങന്മാർക്കും കണ്ടാ മനസ്സിലാവും ഇത് എന്റെ മകന് പറ്റുന്ന ആളാണോ, എന്റെ പെങ്ങൾക്ക് പറ്റുമോ എന്ന് മനസ്സിലാവും. 2 കുടുംബവും തമ്മിൽ കൃത്യമായി അന്വേഷണങ്ങൾ നടത്തി അവസാന ഘട്ടത്തിലാണ് കാണുക എന്നത് നടക്കേണ്ടത്. അതിന് ഉസ്താദേ, എന്റെ മോൻ അങ്ങനെ സമ്മതിക്കുന്നു തോന്നുന്നില്ല, എന്നിട്ട് മോനെ കണ്ടിട്ട് പറ്റിയിട്ടില്ലേ? അത് ഓക്കെ, അവസാന ഘട്ടത്തിലാണ് കാണേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെണ്ണ് കാണാൻ പോണ പോലെ അവിടുന്നൊക്കെ മാറി ഇപ്പൊ എവിടെ എത്തിയാരെങ്കില് ഇതിന്റെ കുറച്ച് മുമ്പുള്ള കാലം തന്നെ കണ്ടപാടന്നെ ഒരു മൊബൈൽ കൊടുത്തു പോരും. കാലി മൊബൈലാ, ഫ്രഷ് മൊബൈൽ, അതിലൊരു സിമ്മില്ല, ഒരു വസ്തുവില്ല. തൊട്ടടുത്ത കാലം ഒന്ന് സിം കൂടി ഇട്ട് കൊടുക്കും, അതിൻ്റെ അടുത്ത കാലം വന്നു റീചാർജ് കൂടി ചെയ്ത് കൊടുക്കും, അതിൻ്റെ അടുത്ത കാലം വന്നപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാ കണക്ഷനും എടുത്തിട്ടാണ് കൊടുക്കുന്നത്, നെറ്റ് കണക്ഷൻ വരെ. ഇതിന്റെ മുമ്പ് ഒരു ചങ്ങായി പെണ്ണ് കാണാൻ പോയിട്ട് ഇതേപോലെ ഫോൺ കൊടുത്തു, 1000 റുപ്യ റീചാർജ് ചെയ്താൽ കൊടുത്തു. എപ്പോൾ വിളിച്ചാലും ദ സബ്സ്ക്രൈബർ യുവർ കോളിംഗ് മിസ് ബിസി, നിങ്ങൾ വിളിക്കുന്ന ആൾ ബിസി എന്നാ പറയാം. അപ്പൊ എന്താ, ഇവന്റെ ചെലവിൽ റീചാർജ് കൂപ്പുള്ള ഓള് വേറെ ആൾക്ക് വിളിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവാദം തന്നിട്ടില്ല കണ്ട പെണ്ണിനോട് സംസാരിക്കാൻ. ഉസ്താദേ, കണ്ടത് മാത്രമല്ല, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞാൽ കല്യാണമാണ്. നിക്കാഹ് പാണക്കാട് തങ്ങളാണ് നിക്കാഹ് ചെയ്യുന്നത്.
പാലക്കാട് തങ്ങളെയാണ് നിക്കാഹ് ചെയ്യാൻ വാപ്പ ഏൽപ്പിച്ചത്. വാപ്പയുമായി വല്ലാത്ത ബന്ധമാണ്. ആയിക്കോട്ടെ എന്റെ സഹോദര, പക്ഷേ എന്റെ ഭാര്യയാകാൻ 2 മാസം കഴിഞ്ഞാൽ എപ്പോഴാണോ നിക്കാഹ് നടക്കുന്നത് അപ്പോഴേ നിന്റെ ഭാര്യയാവുകയുള്ളൂ. അതുവരെ സംസാരിക്കാനുള്ള അനുവാദം അല്ലാഹുവിന്റെ ദീന് തന്നിട്ടില്ല. അങ്ങനെ സംസാരിച്ചാൽ ഹറാം, അത് ഹറാമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. കാതിന് വ്യഭിചാരമുണ്ട്, കാതിന്റെ വ്യഭിചാരമാണ് കേൾവി. നാവിന്റെ വ്യഭിചാരമുണ്ട്, നാവിന്റെ വ്യഭിചാരമാണ് സിനാഹൽ കലാം, സംസാരിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്തൊക്കെ കാര്യങ്ങളാണോ സംസാരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഫോണിലൂടെ സംസാരിക്കുന്നത് ഹറാം ഹറാം ഹറാം. ചില ഈ ചടങ്ങിലൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ പുതിയാപ്പിള ഫോണ് കൊണ്ടുപോകാൻ മറന്നുപോയിട്ടുണ്ടാവും. പിന്നെ കൊണ്ടുകൊടുക്കലാരാ? പെങ്ങന്മാര് പോകുമ്പോഴാ കൊണ്ടുകൊടുത്തത്. എന്തിനാ? ഓൻ വരുമ്പോ തരാൻ മറന്നു പോയതാട്ടോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പെങ്ങന്മാരും ഉമ്മയും തന്നെ ചോദിക്കണേ. എന്താ ചോദിക്കണേ? എടാ ഇന്നോളിങ്ങോട്ട് വിളിച്ചിരുന്നല്ലോ, ഇന്നിങ്ങോട്ട് വിളിച്ചിട്ട് നീ ഇന്നവളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അവൾക്ക് വലിയ ടെൻഷനാണല്ലോ. എന്താ? അപ്പൊ ഇന്നലെ ഓലമ്പിൽ എന്തോ സംസാരിച്ചപ്പോ കശപിശ ഉണ്ടായതാ, കശപിശ ഉണ്ടായതാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാ നിങ്ങൾ ആലോചിക്കണേ, വിശുദ്ധ ഇസ്ലാം അനർത്ഥങ്ങളുടെ എല്ലാ കവാടങ്ങളെയും തടഞ്ഞിരിക്കുകയാണ്. അനർത്ഥങ്ങളുടെ എല്ലാ കവാടങ്ങളെയും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാ പറഞ്ഞത് നിക്കാഹ് ചെയ്യാതെ പിന്നെ സംസാരിക്കരുത് എന്ന്. ഒറ്റവട്ടം കാണാനാണ് അനുവാദം തന്നത്. നീ സംസാരിക്കണോ? നിക്കാഹ് ചെയ്താളി. അതിന് ഉസ്താദേ പുതിയാപ്പിള അടുത്ത ഏപ്രിലിൽ വരുള്ളൂ. പുതിയാപ്പിള നിക്കാഹിന് വേണമെന്ന് ആരാ പറഞ്ഞ? അങ്ങനെ നിയമമുണ്ടോ? നിങ്ങളോട് ചോദിച്ചാൽ പറ്റൂല. അങ്ങനെ നിയമമുണ്ട് സാർ? വേണോ? ഇല്ല. ഈ ഉസ്താദ് മെല്ലെ സംസാരിക്കുന്ന ആളാ. അതുകൊണ്ടാണ് ഞാൻ ഒന്നോട് ചോദിച്ചു ഉറപ്പ് വരുത്തി. നിക്കാഹിന് പുതിയാപ്പിള വേണം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയിട്ട് കുഴപ്പമാവൂ? പുതിയാപ്പിള നിങ്ങൾ 2 ദിവസം വരാൻ പറഞ്ഞേക്ക്. വെള്ളി ലീവല്ലേ പുതിയാപ്പിൾക്ക്? മൂപ്പരോട് പറയാം വ്യാഴാഴ്ച ടിക്കറ്റ് എടുത്ത് ഞാൻ തരാം, വെള്ളിയാഴ്ച നിക്കാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ഉസ്താദെ കല്യാണത്തിന് അന്നല്ലേ നിക്കാഹ് നല്ലത്? 2 ചെലവിന് എല്ലാം കൂടി പാലിച്ചാവൂ. വെള്ളിയാഴ്ച നിക്കാഹ് ഏറ്റവും നല്ല ദിവസം. മോൻ കല്യാണം കഴിച്ചോ? മോനെ നിക്കാഹ് വെള്ളിയാഴ്ച ചെയ്യണം കേട്ടോ. ശവ്വാൽ മാസത്തിൽ വെള്ളിയാഴ്ച ആവണം മോനെ നിക്കാഹ്. ശവ്വാലിലെ വെള്ളിയാണ് നിക്കാഹ് ഏറ്റവും നല്ലത്. വെള്ളിയാഴ്ച ദിവസമാണ് നിക്കാഹിന് നല്ലത്. ബിസ്മില്ലാ. ഓനഞ്ഞു കുഴക്കണ്ട പോലെ ഓന ഈ പാത്രമായിട്ട് ഇങ്ങനെ വെക്കണ്. ചെറിയ ബക്കറ്റല്ലോ, ഇത് മതിയോ? ഇവിടുത്തെ കുറിഞ്ഞാലിയോട് നിറയില്ലേ? നിറയലുണ്ട് സാധാരണ. ഇന്നലെ നിറഞ്ഞോ? നിറയാതൊക്കെ കാരണം എന്താ? നിങ്ങള് ചില്ലറിടണോണ്ട. നിങ്ങളിടണോണ്ട് നല്ല ഇടണം. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനത്തെ ബക്കറ്റ് ഉണ്ടാവും. ഉടനെ മനുഷ്യന്മാര് എന്താ അടിയിലുണ്ടാവും എന്ത് കോയിൻ, പോക്കറ്റിലുണ്ടാവും കോയിൻ. ഈ 10 രൂപന്റെ കോയിന് സുജൂദ് ചെയ്യുമ്പോഴൊക്കെ നിലത്ത് വീഴുക. ഹാലാക്ക്. ഇത് എപ്പോഴും തന്നെ ഒരു പണി. പോയോ കരട്ടാൻ പറ്റില്ല. ഇത് കൊടുക്കുന്നത് റബ്ബിനാ. പുണ്യ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനിന് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ ആരാണോ നിങ്ങളോട് എന്നെ ചോദിക്കുക, ചിലപ്പോൾ സെക്രട്ടറി ആവും, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവും, അല്ലെങ്കിൽ ഓലെ ഏൽപ്പിക്കുന്ന ആൾക്കാരാവും. പക്ഷെ ഓല കയ്യിലല്ല നിങ്ങൾ കൊടുക്കണത്. വഖഅത്ത് ഫീ യദില്ല, അള്ളാന്റെ കയ്യിലേക്കാ വീണതാണ്. വഖഅത്ത് ഫീ യദില്ല, അള്ളാഹുവിന്റെ കയ്യിലാണ് ഇത് വീഴുന്നത്. ഈ ബക്കറ്റിൽ നിങ്ങൾ ഇടാന്ന് മുഴുവൻ അള്ളാന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങളെ പോക്കറ്റിൽ അള്ളാഹ്ക്കാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അള്ളാഹ് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് തിരിയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊണ്ടു കൊടുക്കുക? ആ കോലത്തിൽ അത് കൊടുക്കേണ്ടിയെന്നാണ്. മിണ്ടില്ല. ഹദീസാണ്. വഖഅത്ത് ഫീ യദില്ല, അള്ളാന്റെ കയ്യിലേക്കാ വീണത്. അപ്പൊ നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കണമായി കൊടുക്കി. പോക്കറ്റ് തപ്പി ഏറ്റവും ഇഷ്ടപ്പെട്ട പൈസ ഏതങ്ങൾക്ക് അതെടുത്തിട്ടാ കൊടുക്കേണ്ടി. നിറയണം. ബക്കറ്റിലെ പൈസ എണ്ണീട്ട് എന്നോട് പറയണം കേട്ടോ. കുറിഞ്ഞാലിയോട് എങ്ങനെയെന്ന് ഞാൻ നോക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉമ്മമാർക്ക് വേണമെങ്കിൽ നിങ്ങളെ വള ചെയിനൊക്കെ അയച്ചു കൊടുക്കാം. ഈ മുസ്ലിം ഇപ്പൊ കുഴപ്പാക്കുമല്ലോ. എനിക്കല്ല,
നിങ്ങൾക്ക് തന്നെ നമ്മളതിലിട്ടാ നമ്മളെ അക്കൗണ്ടിലാ പോയി വീണെന്ന് ആരും കൊണ്ടുപോകില്ല. നമ്മൾ മരിക്കാൻ കാത്തുക്ക ആര്? മക്കളത് ഊരിക്കൊണ്ടാൻ. നിങ്ങൾക്കറിയോ, നല്ല പൊന്നുള്ളൊരു ഉമ്മ രോഗിയായി കിടന്നു. അപ്പൊ മക്കൾക്ക് നോക്കാൻ എന്തോ ഒരു താല്പര്യം. മൂത്ത മോള് രണ്ടാമത്തോട് പറയാം, ജി പോയിക്കോ, ഞാൻ നിന്നോളം ഉമ്മാന്റെ അടുത്ത്. എന്താ കാരണം? ഇത് മരിക്കാനോ ഇന്നോ നാളെ ഡോക്ടർ പറഞ്ഞാണ്. അപ്പൊ ഓളെ അടുത്തിക്കണ എന്താ, മരിച്ചു കഴിഞ്ഞാൽ പറയാലോ ഉമ്മാന്റെ ആ 11 പവനുള്ള ചെയിനുമ്മ മരിക്കണ സമയത്ത് അവസാനത്തെ ഒരു വസിയത്ത് എറിഞ്ഞ്, എന്റെ മോളല്ലേ എന്റെ അടുത്തുണ്ടായി, ഇജ് എടുത്തുകൊണ്ടിട്ടൊന്നും ആരും കേൾക്കാനില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് വെച്ചോളൂ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ നിയമ സംവിധാനങ്ങൾ എന്തിനാ ചെയ്തത്? ഇതിൽ അനർത്ഥങ്ങൾ നടക്കാതിരിക്കുവാനാണ്. അതുകൊണ്ട് നിക്കാഹ് എത്രയും പെട്ടെന്ന് ചെയ്യാന്ന. ഇസ്ലാം നിക്കാഹിനൊരു ഭാരം ഉണ്ടാക്കിയിട്ടില്ല, ഭാരം നമ്മൾ ഉണ്ടാക്കിയ. അല്ലാഹുവിന്റെ ദീൻ എന്താ നിക്കാഹ് പറഞ്ഞ നിബന്ധന? 1, വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണ്. 6 നിബന്ധനയാണ് നിക്കാഹ് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, നിക്കാഹിന് 6 നിബന്ധന. 1, വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണ്. 2, ഈ പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരൻ. 3, ഈ പെണ്ണിനെ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന വലിയ. 4, ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വചനം. 5, മഹർ. 6, 2 സാക്ഷികൾ. 2 സാക്ഷികൾ. ശ്രദ്ധിക്കണം, ഇവിടെ 2 സാക്ഷികൾ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ അമ്മോക്ഷനും ഈ പുതിയാപ്പിളാകാൻ പോകുന്ന ആളും അല്ലേ, അത് ചൊല്ലി കൊടുക്കുന്ന ഒരു കാളിയാരെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. അല്ലെങ്കിൽ 2 സാക്ഷി. 4 ആളുകൾ ഉണ്ടായ ഈ പരിപാടി നടക്കും. 2 സാക്ഷികൾ ഉണ്ടായാൽ നിക്കാഹായി. എത്ര ലഘുവായാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആരാ പറഞ്ഞത് ഇന്നാതിന്ന ആൾ വേണമെന്ന്? നമ്മളുണ്ടാക്കിയ നിയമമാണത്. ഞാൻ വേണ്ടാന്നല്ല പറയുന്നത്. നിക്കാഹ് വേഗം ചെയ്തേക്കൂ എന്റെ സഹോദര. ഞാൻ എല്ലാ ഉമ്മമാരോടും ഉപ്പമാരോടും പറയുകയാണ്, നിങ്ങൾ മക്കളെ വിവാഹം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? വേഗം നിങ്ങൾ നിക്കാഹ് നിക്കാഹ് ഭിന്നിപ്പിക്കരുത്. വിവാഹം നിങ്ങൾ പിന്നെ ഏത് സമയത്ത് കഴിച്ചാലും എന്താ പ്രശ്നം? നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവർ സംസാരിക്കുന്നത് ഹറാമാകൂല്ല. അവർ സംസാരിക്കുന്നതിന് അല്ലാഹു കൂലി നൽകും. പിന്നെ എന്തവർ ചെയ്താൽ നിനക്ക് കൂലിയാ. എന്റെ ഭാര്യയെ കൂട്ടിയിട്ട് ഒരു യാത്ര പോയി, പ്രതിഫലമാ. തന്റെ ഭാര്യക്ക് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തു, പ്രതിഫലമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പെണ്ണ് കണ്ട ശേഷം വീട്ടുകാർ ഉമ്മയും സഹോദരിയും പോകുമ്പോൾ ഇഷ്ടപ്പെട്ട സന്തോഷത്തിൽ മധുരം നൽകുക എന്ന രീതിയിൽ മിഠായി കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റ് ഇല്ല. മകും പെങ്ങമക്കൾക്ക് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? വേറെ ചില നാട്ടിലുണ്ട് പൊന്നു കൊടുക്കുന്ന പരിപാടി. നാട്ടിലില്ല അല്ലേ? ഇഷ്ടപ്പെട്ട പൊന്നെടുക്കും. എന്നിട്ടോ പിന്നെ ആരോ പോയി പറഞ്ഞെടുത്തു, ആ കുട്ടിക്ക് 32 വയസ്സുണ്ട്. അപ്പൊ കിണ്ടലായി. പറഞ്ഞു വേണ്ട. അപ്പൊ പിന്നെ ഈ കൊടുത്ത പൊന്ന് തിരിച്ചു വയ്ക്കാം. അതിന്റെ അർത്ഥം ഛർദിച്ചത് വാരിത്തന്നെ മാതിരിയാണ്. കണ്ടതിന് പൊന്നു കൊടുത്തു. ഇഷ്ടപ്പെട്ട് കൊടുത്തല്ലേ? ഇഷ്ടപ്പെട്ട് കൊടുത്ത അതിന്റെ അർത്ഥം എന്താ? കടായിട്ട് കൊടുത്തല്ല. ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ദാനമായി കൊടുത്താ തിരിച്ചു വയ്ക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ചെയ്യേണ്ടത് എന്താ? അങ്ങനെ പൊന്നെടുക്കാൻ പോണ്ട. ആരാ പൊന്നെടുക്കാൻ പറഞ്ഞു? ഉസ്താദേ കൊടുത്തില്ലേ, മോശമല്ലേ, നാട്ടുകാരൊക്കെ കൊടുക്കണ്ട. എന്നല്ലേ പ്രശ്നം? ദീന് പറഞ്ഞിട്ടില്ല, നമ്മളുണ്ടാക്കിയ ആചാരം. ഇനി അങ്ങനെ ഒരാള് കണ്ട് ഇഷ്ടപ്പെട്ടു, സ്വർണം കൊടുത്തു, പിന്നെ വല്ല തകരാറുണ്ടായി, വിവാഹം മുടങ്ങിപ്പോയി, ആ കൊടുത്ത പൊന്ന് തിരിച്ചു വയ്ക്കാൻ പാടില്ല. പൊരുത്തപ്പെട്ട് കൊടുത്തതാണ്. അങ്ങനെ വല്ലവരും തിരിച്ചു ചോദിച്ചാൽ അവരുടെ വിധി എന്താ? അതിന്റെ വിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ ഒരു സദഖ കൊടുത്തു, ദാനം ചെയ്തു, അല്ലെങ്കിൽ ഹദിയ കൊടുത്തു, അത് തിരിച്ചു ചോദിച്ചാൽ ഛർദിച്ചതയാൽ വാരി കഴിക്കുന്ന പോലെയാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡ്രസ് കൊടുത്താലും അങ്ങനെ തന്നെ. ആരപ്പീനൊക്കെ കൊടുക്കാൻ പറഞ്ഞു? നിക്കാഹ് വേഗം ചെയ്താൽ ഇതെല്ലാം കൊടുക്കാലോ അല്ലേ? നിക്കാഹ് വേഗം ചെയ്തോളൂ. ഇതിനെന്താ പ്രയാസം? ഒരു പ്രയാസമില്ലല്ലോ. അത്ര ലഘുവല്ലേ നിക്കാഹ്? ഉസ്താദേ ഇവിടെ വലിയ പൈസ വേണ്ടേ? ആര് പറഞ്ഞ പൈസ വേണം?
ആകെ ഇതുമായി ബന്ധിക്കുന്ന 6 കാര്യങ്ങളിൽ പണവുമായി ബന്ധപ്പെടുന്നത് മഹറാണല്ലോ. മഹറിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറുതുമതി എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തെന്ന് ഉറക്കച്ചൊല്ലു സ്വലാത്ത്. വിലമതിക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറുതുമതി. ഉസ്താദേ മലബാറിൽ പോയിട്ട് 10 പവൻ വാങ്ങണ്ടേ? അതിന് 1-1.5 ലക്ഷം ഉറുപ്പ്യ വേണ്ടേ? 10 പവൻ 2-2.5 ലക്ഷം ഉറുപ്പ്യ വേണ്ടേ? വേണ്ട. അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറുതുമതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ചെറുത്. ഒരിക്കലാണ് റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നു ഒരു ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ യാ റസൂലല്ലാഹ്, എന്റെ അടുത്ത് മഹർ നൽകാൻ ഒന്നുമില്ല യാ റസൂലല്ലാഹ്. ഇയാൾ വന്നിട്ട് പറഞ്ഞ, നബി, എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര പൂതിയുണ്ട്, പക്ഷെ മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദ്ഹബ്, നിങ്ങൾ പോവുക, എന്നിട്ട് അന്വേഷിക്കുക, നിങ്ങൾക്കൊരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും കിട്ടുമോ എന്ന് നോക്കൂ. ഇരുമ്പിന്റെ മോതിരം, ചെറിയ സാധന, ഇരുമ്പിന്റെ മോതിരമെങ്കിലും കിട്ടുമോ എന്ന് നോക്കൂ നിങ്ങൾ. ആ സ്വഹാബി അന്വേഷണം കഴിഞ്ഞു. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നു. റസൂലുള്ളാഹി അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് ഇയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കൊന്നും കിട്ടിയില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഇരുമ്പിന്റെ മോതിരം പോലും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല യാ റസൂലല്ലാഹ്. ഉടനെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് അറിയുമോ? അലം തറ കൈഫ എന്ന സൂറത്ത് അറിയുമോ? ചില സൂറത്തുകൾ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഈ സൂറത്തുകൾ നിങ്ങൾക്കറിയുമോ? ആ സ്വഹാബി പറഞ്ഞു, അറിയാം നബിയേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, എന്താ ഈ സൂറത്തുകൾ നിങ്ങളുടെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന് ഈ സൂറത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മഹറായി നിങ്ങളൊരു പെണ്ണുങ്ങളാ പെണ്ണിനെ വിവാഹം ചെയ്തോളൂ. ഇസ്ലാം എത്ര ലഘുവാണ്. അദ്ദീനു യസ്റുൻ, ഇസ്ലാം എളുപ്പമാണ്. ഇസ്ലാം എളുപ്പ. ഇസ്ലാമിനെ കീറാമുട്ടിയാക്കി മാറ്റിയത് നമ്മളാണ്, ദീനല്ല. അദ്ദീനു യസ്റുൻ, ഇസ്ലാം എളുപ്പമാണ്. അല്ലാഹുവിന്റെ ഹബീബ് വിവാഹത്തെ എത്ര ലഘുവായിട്ടാണ് എന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചത്. ലഘുവായി ഞാൻ പറഞ്ഞത്, നിക്കാഹ് ചെയ്യാൻ, വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണാണോ, ആ പെണ്ണിനെ വേഗം നിക്കാഹ് ചെയ്യുക എന്നതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ താല്പര്യം. ഇപ്പൊ ഒരു പുതിയ സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ട്. ആ സമ്പ്രദായം നമ്മുടേതല്ല, പാശ്ചാത്യന്റേതാ. എന്താ? ആണും പെണ്ണും കണ്ട് ഇഷ്ടമായി, എന്നിട്ട് നിക്കാഹ്, കല്യാണം കഴിക്കുക എന്നത് നിശ്ചയിച്ചു വെക്കുക. ആ പരിപാടി എന്താ? ഓള് +2 പഠിക്കാണ്, ഓൻ ഡിഗ്രിക്ക് പഠിക്കാണ്, ഓള് തമ്മിൽ ഇഷ്ടായിട്ടുണ്ട്, കുടുംബക്കാർ തമ്മിൽ ഇഷ്ടമായി. അങ്ങനെ എല്ലാരെയും വിളിക്കുക, നാട്ടിലുള്ള എല്ലാരെയും, മഹല്ലിലൊക്കെ ഉള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വിളിച്ചു, കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി വലിയ ഓഡിറ്റോറിയത്തിലോ വീട്ടിലോ വെച്ച് വലിയ ഫംഗ്ഷൻ നടക്കുന്നു. എന്നിട്ട് എന്താ, ഭയങ്കരമായി ഭക്ഷണങ്ങളൊക്കെ വെച്ചു വിളമ്പിയിട്ട് അവസാനം പറയും, എന്റെ മകൾ ഇന്നാരിന്നവളും ഇന്നാരിന്നാരുടെ മകനും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? അടുത്ത ആഴ്ചല്ല, പിറ്റത്താഴ്ചല്ല. പിന്നെ മകൾ +2 പഠിക്കാണ്, ഓൻ ഡിഗ്രിക്കും പഠിക്കാണ്. മകളുടെ ഡിഗ്രി കഴിഞ്ഞ് അവന്റെ PGയും കഴിഞ്ഞതിന് ശേഷം 3 കൊല്ലത്തിന് ശേഷം പിന്നീട് നമ്മൾ ഡേറ്റ് നിശ്ചയിക്കുന്നതാ. നിക്കാഹ് നടന്നിട്ടില്ല, നിശ്ചയിക്കൽ മാത്രമേ നടന്നുള്ളൂ. ഇത് അനർത്ഥമാ.
എന്തുകൊണ്ട് എന്തിനാ ഈ നിശ്ചയം എന്ന് പറയുന്നത്? നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് പറയാണ്, എന്റെ മോളും ഇന്നാരുടെ മകനും തമ്മിൽ വിവാഹം ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇനി അവരെ നിങ്ങൾ പയ്യാമ്പലം ബീച്ചിൽ കണ്ട കുഴപ്പാക്കണ്ട, കോഴിക്കോട് ബീച്ചിൽ കണ്ടാൽ പ്രശ്നമാക്കണ്ട, ബാംഗ്ലൂരിലേക്ക് അവർ ഒന്നിച്ച് ടൂർ പോയാൽ കുഴപ്പാക്കണ്ട. 3 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ നിക്കാഹ് നടത്തി വിവാഹം ചെയ്യുന്നതാണ്. ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതിന്റെ പേരാ തനിത്തോന്നിവാസമെന്ന്. നിക്കാഹിനെന്താണ് എന്റെ സഹോദര തടസ്സമുള്ളത്? നിക്കാഹ് വളരെ ലഘുവായല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? നീ അവിടെ നിന്ന് കൈ കൊടുക്കണോ? നീ കൈ കൊടുക്ക. പറവി നിക്കാഹിന്റെ വചനം ചൊല്ലിക്കൊടുക്ക്. നിന്റെ പിന്നെ മകളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരന് പെണ്ണിനെ കല്യാണം ചെയ്തു കൊടുക്ക്, നിക്കാഹ് ചെയ്തു കൊടുക്ക്. എന്നിട്ട് നീ കല്യാണത്തിന്റെ പാർട്ടി 5 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞിട്ട് നടത്തിയേ ഈ ഒരു രീതി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നാൽ ഒരുപാട് അനർത്ഥങ്ങൾ അത് മുഖേന ഉണ്ടാകുമെന്റെ സഹോദരങ്ങളെ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച സുന്ദരമായ ആശയങ്ങൾക്കെതിരാണ്. ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരാണ്. അങ്ങനെയുണ്ട് ചില സമ്പ്രദായങ്ങളൊക്കെ. ഞാൻ അറിഞ്ഞെടുത്തോളം വലിയ വലിയ പണക്കാര വീട്ടിലൊക്കെയാണ് അങ്ങനെ നടക്കാറുള്ളത്. ഇവിടൊക്കെ നല്ല ദീനും തഖ്വയൊക്കെ ഉള്ള മനുഷ്യന്മാരായതുകൊണ്ട് ഇവിടേക്ക് അത് കയറി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിനെ പാടെ എടുത്തു അറബിക്കടലിലേക്ക് എറിയേണ്ടതാണ്. നമ്മുടെ സംസ്കാരമല്ല, പാശ്ചാത്യന്റെ സംസ്കാരം. വെള്ളക്കാരന്റെ സംസ്കാരം ഓരോ കോലത്തിൽ നമ്മളെ നാട്ടിൽ കയറി വരുന്നതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഹമുർറാഹിമീനായ റബ്ബേ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് ചെയ്യുക. നമുക്ക് ഭയങ്കര ഇഷ്ടാ നിക്കാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതെന്താ? പുണ്യ നബി പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ ഫഖദ് അഹറസ സുലുസൈ ദീനി, അയാൾ അയാളുടെ അല്ലാഹുമായുള്ള ബാധ്യതയുടെ 2/3 ഭാഗം ശ്രദ്ധിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദാ തസവ്വജ റജുലു ബിംറഅ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്താൽ ഫഖദ് അഹറസ സുലുസൈ ദീനി, അയാൾ അയാളുടെ ദീനിന്റെ 2/3 ഭാഗം സൂക്ഷിച്ച ആളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിക്കാഹിന് അത്ര വലിയ പ്രതിഫലമാണ്, വിവാഹത്തിന് അത്ര വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ തീരുമാനിക്കുകയാണ്, എല്ലാ സമയവും അല്ലാഹുവിന്റെ ചിന്തയിൽ കഴിഞ്ഞുകൂടാൻ, അല്ലാഹുവിന്റെ ചിന്തയിൽ സർവ്വസമയത്തും കഴിഞ്ഞുകൂടാൻ അവർ തീരുമാനിക്കുകയാണ്. അവരെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചെന്താ അറിയോ? അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹ്ക്ക് ആരാധിക്കാനല്ലേ. അപ്പൊ എല്ലാ സമയവും അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടാം, ഇബാദത്തിലായി. അവരിങ്ങനെ ആലോചിച്ചു. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താ? ഭാര്യ, കുട്ടികൾ, വീട്, കല്യാണം, അല്ലെ, പ്രസവം, 100,000 ചുറ്റുപാടാണ്. അതാണല്ലോ അതിന്റെ തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ അവർ തീരുമാനിച്ചു, കല്യാണം കഴിക്കണ്ട, എന്നാ മുഴുവൻ സമയം അല്ലാഹുവിനെ ഓർത്തിരിക്കാലോ. ഇങ്ങനെ ഒരു പറ്റം സഹാബികൾ തീരുമാനിച്ചു എന്ന വിവരം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വലാത്തല്ലേ, 100 കണക്കിന് സ്വലാത്തിന്റെ ചോട്ടെന്ന് വേണം നമുക്ക് റബ്ബിനോട് നമ്മൾ ആവശ്യങ്ങളൊക്കെ പറയാൻ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോഴാണ് മദീന പള്ളിയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ ഹബീബ് കയറി നിന്നല്ലോ. സ്വഹാബികളോട് പറഞ്ഞല്ലോ, സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവൻ ഞാനാണ്. സ്വഹാബാ, ഞാൻ അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ച നിസ്കാരം ഒന്നൊഴിയാതെ നിസ്കരിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായി കൽപ്പിച്ചത് ഞാൻ നിസ്കരിക്കുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു നിർബന്ധമാക്കി കൽപ്പിച്ച നോമ്പ് ഒന്നൊഴിയാതെ ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായി കൽപ്പിച്ചത് ഞാൻ അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വഹാബാ, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, അതുകൊണ്ട് ആരാണോ എന്റെ ശരീരയില്ലാത്തതിനെ ശരീരയായി സ്വീകരിക്കുന്നത് അവർ എന്റെ മാർഗത്തിൽപ്പെട്ടവരല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി.
അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ല. വിവാഹത്തോട് താല്പര്യം ഉണ്ടായിരിക്കെ ആ താല്പര്യത്തെ അടിച്ചമർത്തി ഒരാൾ ജീവിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയ 1,24,000 പ്രവാചകന്മാരുടെ ചില സ്വഭാവങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സമാനമായ സ്വഭാവങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ. റസൂലുള്ളാഹി പറഞ്ഞതാ 1,24,000 പ്രവാചകന്മാരുടെ പേരും റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അവരൊക്കെ ചെയ്ത ചില ജീവിത രീതികൾ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വാക്കാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ നബിമാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി അങ്ങനെ ചില പ്രവാചകന്മാരൊക്കെ ചെയ്ത ചില സമാനമായ കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് 1,24,000 പ്രവാചകന്മാരുടെ വിശേഷണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സഹാബ എല്ലാ പ്രവാചകന്മാരും വിവാഹം ചെയ്തിട്ടുണ്ട്. എല്ലാ നബിമാരും വിവാഹം ചെയ്തിട്ടുണ്ട്. വിവാഹം ചെയ്യാത്ത ഒരേ ഒരാൾ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തിട്ടുണ്ട്, പക്ഷേ ശാരീരികമായ ബന്ധമുണ്ടായില്ല. അതിന് മുമ്പേ ശത്രുക്കൾ കൊന്നുകളഞ്ഞല്ലോ മഹാനവറുകളെ. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ കൊല്ലാനായി ശത്രുക്കൾ വന്നപ്പോൾ അല്ലാഹു ഈസാ നബിയെ ആകാശത്തിലേക്ക് ഉയർത്തി. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖിയാമത്ത് നാളിനോട് അനുബന്ധമായി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതാ. ഇറങ്ങി വന്ന ഭൂമിയിൽ നടത്തുന്ന സമുദ്ധാരണ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് അക്കമിട്ട് പറഞ്ഞു തന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സ്വഹാബ ഈസാ അലൈഹിസ്സലാം വിവാഹം കഴിക്കോ, ഈസാ അലൈഹിസ്സലാമിന്റെ മക്കളുണ്ടാകോ, ഈസാ അലൈഹിസ്സലാം സാധാരണ പോലെ വഫാത്താകുമെന്ന് റസൂലുള്ളാഹി. വിവാഹത്തിന്റെ പ്രാധാന്യമാണത്. വിവാഹത്തിന്റെ പ്രാധാന്യ കുട്ടികളില്ല. വിവാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിഫല. അല്ലാഹുവിനോടുള്ള കടപ്പാടിന്റെ 2 ഭാഗവും കിടക്കുന്നത് വിവാഹത്തിലാണ് എന്ന് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്ഫ ദീനിഹി, അയാളുടെ ദീനിന്റെ പകുതി ഭാഗവും കിടക്കുന്നത് വിവാഹത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിവാഹം വളരെ ശ്രദ്ധിച്ചാ ചെയ്യേണ്ടത്. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കണോ, ചെറുപ്പക്കാർ തന്റെ സഹധർമ്മിണിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണോ, അതേപോലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം തന്റെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. ഏതെങ്കിലും വൈക്കുന്ന ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നു ഉസ്താദേ, അപ്പൊ ഒരിക്കൽ എന്റെ റൂമിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞ ഒരു കുഴപ്പമായി, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കുഴപ്പമായി, ഒരു കുട്ടി കഴിഞ്ഞു, പിന്നെ കുഴപ്പമായിട്ട് ത്വലാഖ് കല്യാണം. അപ്പൊ റൂമ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു നൽകുള്ള അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയൂല. ഞാൻ എന്താ, നിങ്ങളെ ഭാര്യയില്ലാണ്, ഇത്ര കൊല്ലം 5 കൊല്ലം, എന്താ പ്രശ്നം? സ്വഭാവം ഭയങ്കര മോശം ഉസ്താദേ. അപ്പൊ ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കണതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ പറയേണ്ട ഉസ്താദേ, അപ്പൊ നിങ്ങൾ ചോദിക്കാതിരിക്കാന്നല്ലേ. ഞാൻ എന്താ പ്രശ്നം? എന്നോട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ലൈനിക്കണ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ചുറുക്കുള്ള പെൺകുട്ടി മുമ്പിൽ, അപ്പം ഞാനൊന്ന് ചിരിച്ചു, ഓളിങ്ങോട്ടും ചിരിച്ചു. അപ്പോൾ നമ്പർ മെല്ലെ കൈമാറി, പിന്നെ അങ്ങനെ സ്നേഹമായി, പിന്നെയും ഓളെ കിട്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഓളെ കല്യാണം കഴിച്ചതാണ്. എന്നിട്ടോ കല്യാണം കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാണ് ബായ് നാവ് എന്നല്ല പറയല്. അങ്ങനെ എന്താ പറയില്ല നിങ്ങൾ നാട്ടിൽ? വെറും നാവ് എന്ന് പറയാം, വായുനാവല്ലേ സംഗതി. ഇപ്പം നാവ് വായൽ തന്നെയാണ് അത് പറയാം. അങ്ങനെ ആ വായുനാവ് സഹിക്കാൻ കഴിയില്ല, 5 കൊല്ലം ഞാൻ സഹിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നോബൽ സമ്മാനം തരണം തന്നെ പറഞ്ഞു. എന്നിട്ട് ഓൻ എന്താ പറഞ്ഞ്, എനിക്കൊരു നിലക്ക് മുന്നോട്ട് കഴിയില്ല, ഞാൻ ഒഴിവാക്കണം. ഓളറിന് ഒഴിവാക്കിയാൽ ഞാൻ കേസ് കൊടുക്കും. ഈ കുലുമാലൊന്നും ഇല്ലാക്കാനാ. റോട്ടിൽ പോണോളിയും ബസ്സിൽ കണ്ടോളിയും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടോളിയും എല്ലാം കല്യാണം കഴിക്കണം ഇസ്ലാം പറഞ്ഞു. ഒരു മിസ് കോള് വന്നതാ, പിന്നെ അങ്ങനെ തിരിച്ചു വിളിച്ചു, പിന്നെ ഇഷ്ടമായി പോയി ഉസ്താദേ, പിന്നെ മനസ്സ് സമ്മതിക്കണ്ടേ, അങ്ങനെ കല്യാണം കഴിച്ചാ 7 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഇക്കോളെ വേണ്ടേ വേണ്ട. 7 കൊല്ലം മുമ്പ് പറഞ്ഞതോ ഇക്കോളേ മതി. ഇതൊന്നും ഇല്ലാക്കാനാണ് ഇസ്ലാം ഒരു പ്രത്യേകമായ രീതിയും സംവിധാനത്തിൽ ഉണ്ടാക്കി.
വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കണം തന്റെ ഭാര്യ ആരാകണമെന്ന്. ശ്രദ്ധിക്കണേ. എന്താ ഈ കുടുംബ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? നേരത്തെ ഇത് ഒരു വലിയ വിഷയം. ഇതിപ്പോ ദൂർത്താണോ ഞാൻ പറയണ്ടേ, കുടുംബജീവിതം പറയണ്ടേ? ശക്ക എനിക്കെന്നെ ശക്ക. എന്താ കാരണം? നിങ്ങള് ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട്, രണ്ടും ടച്ച് ആഞ്ഞാലാവും പ്രശ്നമാണ്. അപ്പൊ ഞാൻ കലവില പറയാ ചെയ്യണം. ഇനി വരാൻ തൗഫീഖ് ഉണ്ടെങ്കിൽ കുടുംബജീവിതം തന്നെ 2 ദിവസം പറയണം, ധൂർത്ത് 1 ദിവസം വേറെ തന്നെ പറയണം. സെപ്പറേറ്റ് ഓരോ ധൂർത്തിന്റെ അപകടം പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ താൽപര്യപ്രകാരം വിവാഹം കഴിക്കുന്നവരിലും കഴിപ്പിക്കുന്നവരിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഉസ്താദ് ഇവിടെ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോ ഞാൻ പൂർണ്ണമായി കേട്ടില്ല. സമാധാനമാണ് കുടുംബജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കുടുംബജീവിതം എന്ന് പറഞ്ഞുകൊടുത്ത് അല്ലാഹു പറഞ്ഞു സമാധാനം എന്നാണ്. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ആണും പെണ്ണും ഇല്ലാതെ മനുഷ്യന്മാരെ ശ്രദ്ധിക്കാൻ കഴിയാത്തതൊന്നുമല്ല. അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് ഒരു മനുഷ്യന്റെ കരസ്പർശമില്ലാതെയാണ്. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചത് മനുഷ്യനെ ഉപയോഗപ്പെടുത്തിയിട്ടല്ല, ഒരു മനുഷ്യന്റെയും കരസ്പർശമില്ലാതെയാണ് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. എന്നാൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചതോ ഒരു പുരുഷന്റെ സ്പർശമില്ലാതെ ഒരു സ്ത്രീയിലൂടെയാണ്. എന്താ അല്ലാഹു ഇതിലൂടെ പഠിപ്പിച്ചത്? ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ അല്ലാഹു ആണ്ടി പെണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്? അവരോട് കുടുംബമായി ജീവിക്കാൻ പറഞ്ഞത്, വിവാഹം ചെയ്യാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. എന്തിനാണ് അല്ലാഹു നിങ്ങളെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയോ വിവാഹം ചെയ്യാൻ പറയുകയും ചെയ്തത്? നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ. നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ പുരുഷനോട് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടേണ്ട സ്ഥലം എവിടെ? പള്ളിയോ? ഭാര്യന്റെ അടുത്ത്. ഭാര്യ എവിടെ അങ്ങാടിയില്ല, പഞ്ചായത്ത് ഓഫീസിലോ? ഏടുണ്ടാവും ഭാര്യ? മിണ്ടാത്തെ വീട്ടിൽ. അപ്പൊ വീട്ടിലാണ് നിങ്ങൾക്ക് ഏറ്റവും സമാധാനം കിട്ടേണ്ടതെന്ന് ഖുർആൻ. അതുകൊണ്ടാണല്ലോ തസ്കുനു ഇലൈഹ സക്കന. വീടിന് അറബിയിൽ പറയല്, ബഹ്റൈനിലൊക്കെ എന്താ പറയാ? മസ്കൻ അല്ലേ? ബഹ്റൈനിലല്ലേ? എനിക്ക് താമസ സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. മസ്കൻ അത് സക്കന എന്നുള്ളതാണ്. അതേ പ്രയോഗം അല്ലാഹു ലിതസ്കുനു ഇലൈഹ. സക്കന എന്ന അർത്ഥം കാര്യങ്ങൾ ശരിക്ക് അടങ്ങി. സക്കന അടങ്ങി, അടങ്ങി. സക്കന അറബിയിൽ പറയാറുണ്ട് സക്കനൽ മാഉ, വെള്ളം അടങ്ങി എന്ന്. എപ്പോഴാ വെള്ളം അടങ്ങി എന്ന് പറയല്? ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നിങ്ങൾ, മേശപ്പുറത്ത് വെച്ചു. ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ വെള്ളം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പറയില്ല സക്കനൽ മാഉ. അതിലെ ചെറു ചലനം പോലും നിശ്ചലമാകുന്നത് എപ്പോഴാ? അപ്പറ പറയാ സക്കനൽ മാഉ, വെള്ളം അടങ്ങി. മസ്കൻ എന്ന് പറഞ്ഞാൽ അടങ്ങുന്ന സ്ഥലം. എന്തടങ്ങ? ഹൃദയം അടങ്ങ. ഹൃദയം അടങ്ങുമ്പോഴാണല്ലോ എല്ലാം ശാന്താവുക, അല്ലേ? ഹൃദയം അടങ്ങുക. ഒരു പുരുഷന്റെ ഹൃദയം അടങ്ങുന്ന സ്ഥലം, നിശ്ചലമാകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൃദയം അറ്റാക്ക് ഒന്ന് സ്റ്റോപ്പ് ആകുമെന്നല്ല. പിന്നെ ഹൃദയത്തിലെ താളഭംഗങ്ങളും ടെൻഷനുകളെല്ലാം പോയി 0 പോയിന്റിലേക്ക് ഹൃദയം വരുന്ന സ്ഥലം ഏതാണോ അതാണ് മസ്കൻ. അതിനാ വീട് എന്ന് പറയാ. വീടിനാണ് സമാധാനം നൽകുന്ന സ്ഥലം എന്നാണ് അറബിയിൽ അതിന്റെ ശരിക്കർത്ഥം. താമസിക്കുന്ന സ്ഥലം എന്നല്ല, സക്കന സമാധാനം നൽകുന്ന അടങ്ങുന്ന സ്ഥലം എന്നർത്ഥം. നിങ്ങൾ ആലോചിക്കണേ, വീട്ടിൽ എവിടെന്നാ സമാധാനം കിട്ടേണ്ടത്? സിറ്റ് ഔട്ടിൽ നിന്നല്ല, ചുമരിൽ നിന്നല്ല, സെന്റർ ഹാളിൽ നിന്നല്ല, നിങ്ങൾ ഡൈനിങ് ഹാളിൽ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടിരിക്കുന്ന ടേബിളിൽ നിന്നല്ല, മോഡേൺ കിച്ചണിൽ നിന്നല്ല, അടുപ്പിൽ നിന്നല്ല, വീടിന്റെ റൂഫിൽ നിന്നല്ല. പിന്നെയോ ഈ വീട്ടിന്റെ അകത്തൊരാറുണ്ട്, ആൾക്കാർ നമ്മൾ ഭാര്യ എന്ന് പറയാറുള്ളത്. ആ ഭാര്യയിൽ നിന്ന് ആ സമാധാനം കിട്ടേണ്ടത്. ആ ഭാര്യ സമാധാനം തരാൻ പറ്റുന്നവളല്ലേ? പിന്നെ നിങ്ങളുടെ വീട്ടിനകത്തുള്ള ജീവിതം നരക തുല്യമായിരിക്കും എന്റെ സഹോദര. അല്ലാഹു കാത്തു
കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിയാം, ഭാര്യ നല്ല പെണ്ണുങ്ങളാണോ അയാൾ പെരേന്ന് തന്നെ പോവില്ല. ജമാഅത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ പോകും. സുന്നത്ത് പോലും ഇരുന്ന് നമസ്കരിക്കാം. മഹാരാജി സുന്നത്ത് പോലും ഇരുന്ന് നമസ്കരിക്കാം, വീട്ടിൽ നമസ്കരിക്കാം. എന്നാ ഭാര്യ മോശപ്പെട്ടവളാണെങ്കിലോ വീട്ടിൽ പോകുന്നല്ലോ. എന്താ സാധേ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആ കുമ്പസാരം കേൾക്കാൻ കഴിയൂല. ഒരിക്കൽ അയാൾ മരിച്ചുപോയി, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഞാൻ കണ്ട കാലൊന്നും ആ മനുഷ്യനൊരു സമാധാനം കിട്ടിയിട്ടില്ല. ഇയാൾ എപ്പോഴാണ് വരിക പള്ളിക്ക്? തഹജ്ജുദിന്റെ സമയത്തെ പള്ളി വരും. കുറേ തഹജ്ജുദ് നിസ്കരിക്കും, കുറേ ഖുർആൻ ഇരുന്ന് ഓതും. സുബൈ നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ ഓതും, പിന്നെ ആടെ തന്നെ കിടക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നീച്ചു വന്നിട്ട് ഉസ്താമാർ ഭക്ഷണം കഴിക്കണോടത്തൊക്കെ വന്നിട്ട് ഉസ്താദേ നാസ്ത വന്നെന്നൊക്കെ ചോദിക്കും. എന്തിനാ? ഉസ്താമാർക്ക് നാസ്ത വന്നൊന്നും അന്വേഷിക്കാനല്ല. മൂപ്പരിങ്ങനെ നാസ്ത കഴിക്കുമ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ പറയല്ലോ എന്നാ ആചാര്യ ഇരുന്നോളി. അപ്പം മൂപ്പര് നാടിയിരിക്കും. നാസ്ത ഉസ്താമാരെ കൂടെ കഴിക്കും. ഉച്ചക്ക് ഭക്ഷണം എടുത്തെങ്കിലൊക്കെ പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കും. രാത്രിയാണ് വീട്ടിൽ പോവാം. രാത്രി വീട്ടിൽ പോയപ്പോഴും പോലെ ലാസ്റ്റ് സമയത്ത് പോയി. ഞാൻ ആദ്യം മനസ്സിലാക്കി എന്താ പറയുക, ഇയാൾ ഭയങ്കര മുത്തഖിയായ മനുഷ്യനായതുകൊണ്ട് ഈ പള്ളിയിൽ എൻ്റെ കൂട്ടറാണ്. അല്ല, ഞാൻ പിന്നെയാണ് അയാളെ കുറിച്ച് മനസ്സിലായത് അയാളും അയാളെ ഭാര്യയും തമ്മിൽ പെറ്റാണ്. ഭാര്യ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതാണ്. ഭാര്യ, ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു വാഗ്ദത്തം ചെയ്ത സമാധാനം ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, പിന്നെ എഴുതി കിട്ടാനാ? ഭാര്യ സമാധാനം നൽകാൻ പറ്റുന്നവളാകണം എന്ന് ഖുർആൻ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഇത് എപ്പോഴാ ശ്രദ്ധിക്കണ്ടേ? കല്യാണം കഴിഞ്ഞ ശേഷം മന്ത്രവാദം നടത്തിയാലൊന്നും ശരിയാവൂലേ? കല്യാണം കഴിഞ്ഞിട്ട് മന്ത്രവാദം നടത്തിയ പോലെ സാധ്യത ഒന്നും ശരിയാവൂല. എന്നോടൊരു ചെറുപ്പക്കാരൻ പണ്ട് പറഞ്ഞ, എന്നോട് ഗൾഫിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, സാധേ എനിക്കൊരു പെണ്ണ് വേണം, ഞാൻ പെണ്ണിട്ടാൻ വേണ്ടി വന്നാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ കുറേ കുട്ടികളെ പഠിപ്പിക്കില്ലേ? നിങ്ങളെ കോളേജിൽ കുറേ കുട്ടികളെ, ഒരു കുട്ടീനെ എനിക്ക് ശരിയാക്കി തരുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, ഇവിടെ പെണ്ണ് ശരിയാക്കണ പണി ദല്ലാൽ പണി എനിക്കില്ല അറിഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ഡിമാൻഡ് എന്ന് ചോദിച്ചു. അപ്പം എന്നോട് എനിക്ക് ഒരു ഡിമാൻഡില്ല സാധേ, ആകെ ഒരു ഡിമാൻഡ് ഉള്ളൂ. എന്താ ഡിമാൻഡ് ചോദിച്ചു. ഓൻ തന്നെ ചിരിക്കുന്നുണ്ട്. ഓന്നിട്ട് പറയണേ, നിങ്ങൾ വയത് പറയുമ്പോഴൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ എന്താ? ഓൻ എന്നോട് പറഞ്ഞു, സാധാരണ പറയലുണ്ട് പിന്നെ ദീനീബോധമുള്ള കുട്ടികളെ എന്നെ കല്യാണം കഴിക്കേണ്ടതെന്നൊക്കെ പറയാറുണ്ട് സാധേ, പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നല്ല കിട്ടി. ഓന്നിട്ട് തന്നെ പറയാം, 4 കാര്യത്തിനല്ലേ കല്യാണം ചെയ്യാന്ന് പറയല്. ഒന്ന്, സ്വത്ത് ഉള്ള പെണ്ണിനെ കല്യാണം ചെയ്യാം. സാധേ എനിക്ക് സ്വത്തുള്ള പെണ്ണിനെ വേണ്ട. കാരണം എനിക്ക് തന്നെ നല്ല കച്ചവടമുണ്ട് ദുബായി, ഞാൻ നല്ല ഉഷാറാണ്, കെമ്പാട് സ്വത്തുണ്ട്, ഞാൻ എനിക്ക് ഓള സ്വത്ത് കൊണ്ട് എനിക്ക് സ്വത്ത് വേണ്ട. ഞാൻ പിന്നെ തറവാട്, എന്നോട് ഞാൻ തറവാട് എനിക്ക് വേണ്ട. കാരണം എനിക്ക് തറവാട് കുറച്ചൊന്നും മോശാലും കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് അവളിൽ കുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടികളെ എന്നിലേക്ക് ചേർത്താണല്ലോ പറയാ, ഓളിലേക്ക് ചേർത്തല്ലോ പറയാ. അപ്പൊ എന്റെ തറവാട് ഉഷാറാ, അപ്പൊ എനിക്കും കുഴപ്പമില്ല. പിന്നെന്താ? അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ദീനീബോധമുള്ള കുട്ടി അയാൾ തിരക്കടില്ല, പക്ഷെ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെന്നാ എന്നോട് ഇനിയിപ്പോൾ ഞാൻ കല്യാണിക്കുന്ന കുട്ടി ദീന് കുറച്ച് കുറവാണെങ്കിലും ഞാൻ എവിടെയും കൊണ്ടൊക്കെ പഠിപ്പിച്ചോളും, അല്ലെ നല്ല വേഗമൊക്കെ കേൾപ്പിച്ചു കൊടുത്തോളൂ, എന്നിട്ട് ഞാൻ ഉഷാറാക്കിയോളൂ. ഞാൻ പിന്നെ എന്താണ് ഡിമാൻഡ്? എന്നോട് ഞാൻ ആകെ ഉണ്ടാക്കിയുണ്ടാവാത്ത ഒറ്റ സാധനം ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയത് സൗന്ദര്യമാണ്, വേറെല്ലൊക്കെ ഉണ്ടാക്കിയുണ്ടാവും. എന്നോട് പറയാം, ആകെ ഉണ്ടാക്കിയുണ്ടാവാത്ത സൗന്ദര്യമാണ്. അതുകൊണ്ട് സാറേ കാണാൻ അത്യാവശ്യം ചൊങ്ക് വേണം, വേറെല്ലൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. തെറ്റാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ കാഴ്ചപ്പാടാണ് തെറ്റാണത്. എന്തുകൊണ്ട്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം ശ്രദ്ധിച്ചുള്ള ഈ ഹദീസിലെ 10:30 വരെ വേദോരാന്നുള്ള പറഞ്ഞു. 10:30 ആയല്ലോ, 11:00 പറ്റുന്നു, 12:00 അപ്പുറത്തുണ്ട്, 1 മണി പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ട്, 2 മണി അതിൻ്റെ അപ്പുറത്താണ് അല്ലേ? സമയം കഴിഞ്ഞ് നിങ്ങൾ പരക്കെ വിഷയം കൊടുത്താലുള്ള പ്രശ്നമാണ്, ഏടിയും പറഞ്ഞെത്തൂല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, 4 കാര്യത്തിനാണ് സാധാരണ രീതിയിൽ വിവാഹം കഴിക്കപ്പെടാറുള്ളത്. ലിമാലിഹാ, സ്വത്തിന് വേണ്ടി പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. ഓലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വേറെല്ലൊക്കെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും സ്വത്ത് കുറയാൻ പാടില്ല. എന്താ? സ്വത്താണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാ ചോദിക്കല്, എന്താ ഓലെ ബാക്ക്ഗ്രൗണ്ട് എന്നാ ചോദിക്കും. ബാക്ക്ഗ്രൗണ്ട് എന്നാ ചോദിക്കണതിനാ? സ്വത്തുണ്ടോന്ന് അറിയാനാ, സ്വത്തുണ്ടോന്ന് അറിയാൻ. അതാണ് ബാക്ക്ഗ്രൗണ്ട് എന്നാ ചോദിക്കണം. അതോ ആ കാണുന്ന ആ ബോലി തോട്ടൽ അയാളുടെ, ഈ ബസ് അയാളുടെ, അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പറയും ചെയ്യുക. ചിലതെല്ലാ ആൾക്കാരുണ്ടല്ലോ ഓലെ അവസാനം പണ്ട് ഇതേപോലെ വിവാഹം അന്വേഷിച്ചിട്ട് ഭയങ്കര ഉഷാറാക്കിയിട്ട് പറഞ്ഞു, ഈ എന്താ നിങ്ങൾ പറയില്ല, നടുവിരിക്കണാക്ക് ബ്രോക്കർ എന്ന് പറയും. നല്ല ബ്രോക്കർമാരുണ്ട് കേട്ടോ. നല്ല ബന്ധം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ കളവൊന്നും പറയാൻ പാടില്ല.
കളവ് പറയാൻ പാടില്ല. പണ്ടിപ്പോൾ എങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടോണ്ട് പറഞ്ഞൊക്കെ യോജിപ്പിച്ച് അവസാനം ഈ പെണ്ണിൻ്റെ ആൾക്കാർക്ക് തോന്നി ആ പുതിയാപ്പിള്ള നമുക്ക് കിട്ടൂല. അമ്പല് ചോദിച്ചു കിട്ടുമോന്ന് ചോദിച്ചു. നമുക്ക് നിന്ന് കിട്ടും എങ്ങനെയെങ്കിലും. അപ്പം അതെല്ലാവരും നിന്ന് കിട്ടിയ ഞങ്ങൾ കഴിച്ചിലായി. ഓനെ നിങ്ങൾക്ക് നിന്ന് കിട്ടിയ കഴിച്ചിലായി. അങ്ങനെ പുതിയാപ്പിള്ളൊക്കെ കാണാൻ പോയേക്കുമ്പോൾ നല്ല ഉഷാറ് പാൻറ് കുപ്പായൊക്കെ എടുത്തിട്ട് മുമ്പ് ഒരു കസാലയിൽ ഇങ്ങനെ ഇരിക്കണം. എന്തോ ഒരു ചൊങ്കൻ. എല്ലാവരും കണ്ട് എല്ലാവർക്കും കയ്യൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. കല്യാണമൊക്കെ നിശ്ചയിക്കപ്പെട്ടു. കല്യാണത്തിനെന്ന് പുതിയാപ്പിള വരുമ്പോഴല്ലേ മനസ്സിലായത് ഇവന് നടക്കാൻ കഴിയില്ല. അപ്പം വടി കുത്തി പിടിച്ചിട്ടാണ് വരുന്നത്. അവസാനം ദല്ലാടെ കോളറ് പിടിച്ചു, ബ്രോക്കറെ കോളറ് പിടിച്ചു ആൾക്കാർ. എന്താടാ അംകേജ് എന്ന് പറഞ്ഞേ? അയാളോട് ഞാൻ സത്യല്ലേ പറഞ്ഞേ. എന്താടാ അജി പറഞ്ഞേ? ഇജന്ന് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ കിട്ടുമെന്ന് വരെ ബേജാറായി. ഇതാണല്ലോ കോലം തന്നെ. അപ്പം പറഞ്ഞു ഞാൻ അന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ നിന്ന് കിട്ടിയ കഴിച്ചിലായി. ഞാൻ പറഞ്ഞോനെ നിൽക്കാൻ കഴിയില്ല എന്നാണ് ഇവല് മനസ്സിലാക്കിയെന്താ? വേറൊന്നും അവല് മനസ്സിലാക്കിയ. പണ്ടൊരു ചങ്ങായിനെ കുറിച്ച് പറഞ്ഞു, ഓനെങ്ങനെ ഓന് താമര പോലെ എന്ന് പറയും. താമര പോലെ കാണുമ്പോൾ അങ്ങനെ തന്നെ നല്ല ചുങ്കുണ്ട് കാണാൻ. നോക്കുമ്പോൾ കല്യാണം നോക്കുമ്പോൾ ആ വിവരം ഇവനെപ്പോഴും വെള്ളത്തിലാണ്. അപ്പൊ ബ്രോക്കറെ പിടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സത്യം തന്നെയല്ലേ പറഞ്ഞു, താമര എപ്പോഴും എവിടെ ഉണ്ടാല് വെള്ളത്തിൽ എന്ന് പറഞ്ഞു.